നമസ്കാരം. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തിനും നിർബന്ധിത മതപരിവർത്തനവും കേസുകൾ ചാർജ് ചെയ്യപ്പെട്ട് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന രണ്ട് കന്യാസ്ത്രീകളുടെയും ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂരിലെ NIA ബെഞ്ച്, ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ബിലാസ്പൂർ ബെഞ്ച് നാളെ വിധി പറയും എന്ന വാർത്ത വരുന്നു. തീർച്ചയായിട്ടും നീതി നടപ്പിലാവണം, നീതിപൂർവമായ നിയമ നടപടികൾ ഉണ്ടാകണം. കാരണം ആരും നീതിക്കും നിയമത്തിനും ഒന്നും അതീതരല്ല. ഞാൻ മിക്ക വാർത്തകളിലും പറയാറുള്ള സംഭവം ആവർത്തിക്കുന്നു. ഇത് ഭാരതമാണ്, ഇന്ത്യയാണ്. ഇവിടെ കാനൂൺ നിയമമോ ശരീഅത്ത് നിയമമോ അല്ല എന്നുള്ള കാര്യം ഈ കിടന്ന് ബഹളം വയ്ക്കുന്നവരെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്നത് സങ്കടകരം തന്നെ. വടികൊടുത്ത് അടി വാങ്ങിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ പാംപ്ലാനി പിതാവിന് പറ്റിയത് അതാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഇദ്ദേഹം ബജരംഗ് ദളിനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരായ ഹിന്ദു സംഘടനകൾക്കുമൊക്കെ എതിരെ വലിയ തോതിൽ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ ഈ കത്തോലിക്ക സഭയുടെ ഒരു പിതാവാണ് ഈ പാംപ്ലാനി പിതാവ്. മാർ ജോസഫ് പാംപ്ലാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ചില ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരും ഒക്കെ തന്നെ വലിയ പുണ്യാളച്ചന്മാരാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ഇവിടെ സിസ്റ്റർ അഭയ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാവിലെ ഞാനൊരു വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ തെറ്റിനെ തെറ്റെന്ന് വിളിക്കാനുള്ള ആർജവം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല എന്ന പാംപ്ലാനി പിതാവിന്റെ ഒരു ഡയലോഗ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. തെറ്റിനെ തെറ്റെന്ന് വിളിക്കാൻ എന്താണ് തെറ്റ്? ഇവരെ അറസ്റ്റ് ചെയ്തതാണോ? അവരെ അറസ്റ്റ് ചെയ്ത ആ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിപ്പോൾ കഞ്ചാവുമായിട്ട് കന്യാസ്ത്രീകളോ പള്ളിയിലച്ചന്മാരോ യാത്ര ചെയ്യുകയാണെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്ത നടപടി തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒഫൻസ് ആണ് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ. അത് പാംപ്ലാനി പിതാവിന് അറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇങ്ങനെയാണ് കളിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിന് ഒരു മറുപടി മനോരമ ന്യൂസിന്റെ 2019 ആണെന്ന് തോന്നുന്നു. അതെ, 2019 ഫെബ്രുവരി 15 അവരുടെ മനോരമ ന്യൂസിന്റെ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ശകലം ഷെയർ ചെയ്തുകൊണ്ട് ഒരു മറുപടി വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കാനായി എത്തിയ 16-കാരിയെ ആണ് സ്വന്തം മുറിയിൽ വെച്ച് ഫാദർ റോബിൻ വടക്കംചേരി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. ഈ റോബിൻ വടക്കംചേരി എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നേരത്തെ ഒരു സിറിയക് കാർത്തികപ്പള്ളി എന്ന വർഷങ്ങൾക്ക് മുൻപ് ഒരു അച്ഛനുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒരു പീഡകനായിട്ട് തന്നെ വന്നതാണ്. ഇതുപോലെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കലൊക്കെയാണ് ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ തൊഴിൽ. കത്തോലിക്ക അച്ഛന്മാരെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്ന് സഭാവിശ്വാസികൾ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തി. റോബിൻ എന്ന് പറയുന്ന ഈ പള്ളിയിലച്ഛന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ നിങ്ങളൊക്കെ മൗനമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ മൗനം തന്നെയായിരുന്നു, ആരും ഒന്നും മിണ്ടിയില്ല. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ പിതാവിനെതിരെ വരെ ആരോപണം ഉന്നയിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. അതായത് സഭ ഇതൊക്കെ ദൈവദത്തമായ കാര്യങ്ങളാണ്, ഇതുപോലെ പള്ളിയിലച്ചന്മാർക്ക് പീഡിപ്പിക്കാനായിട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ നിന്നുകൊടുക്കണം എന്ന ഒരു നിലപാട് പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് അത് സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് പള്ളിയിലച്ചന്മാരൊക്കെ ഒരുപാട് ഓടി. അതുപോലെ ഈ കന്യാസ്ത്രീകളുടെ സഹായത്തോടെ ഈ കുട്ടി പ്രസവിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനെ, സ്വന്തം പിതാവിനെ അയാളാണ് പീഡിപ്പിച്ചത്, അച്ഛൻ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അയാൾക്ക് പണം കൊണ്ട് കൊടുത്തു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പം സത്യം സത്യമായി വിളിച്ചു പറയുന്നു, തെറ്റ് തെറ്റെന്ന് വിളിച്ചു പറയുന്നു എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ സഭയുടെ പഴയ ചരിത്രവും സഭയിലെ പുരോഹിതന്മാരുടെ പഴയ ഇത്തരം വിത്ത് കാളകളെ പോലെ നടക്കുന്ന ഈ പരിപാടിയും ഒക്കെ തന്നെ പാംപ്ലാനി പിതാവിന്റെയും മറ്റു പിതാക്കന്മാരുടെയും ഒക്കെ ശ്രദ്ധയിൽ വരേണ്ടതാണ്, ഓർമ്മയിൽ വരേണ്ടതാണ്. എന്തൊക്കെയായാലും ശരി, അഭയ കേസ് ഉൾപ്പെടെയുള്ള വിഷയം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ കേരള സമൂഹം ഒരു വേളം മറന്നതാണ്. ഈ പള്ളിയിലച്ചന്മാരുടെ പീഡന കഥകളും കൊലപാതക കഥകളും ഒക്കെ തന്നെ ഈ സമൂഹം മറന്നു തുടങ്ങിയതാണ്. അല്ലെങ്കിൽ കത്തോലിക്ക സഭ അത്തരം ആരോപണങ്ങളിൽ നിന്ന് ഒന്ന് ഊരി പിടിച്ചൊക്കെ വരികയായിരുന്നു. പലതരത്തിലുള്ള സർക്കസുകൾ കളിച്ചു അതിനിടയ്ക്ക്, ഒക്കെ ആയിക്കോട്ടെ. എന്തൊക്കെയായാലും അത്തരം ആരോപണങ്ങളും പ്രശ്നങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ തന്നെ മാറി വരികയായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം. പഴയ കേസുകെട്ടുകൾ 2019 നടന്നത്, 16 നടന്നത്, സിസ്റ്റർ അഭയ കേസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കേസുകെട്ടുകളും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിൽ. ഇതിനാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. വടി കൊടുത്ത് അടിമേടിക്കുന്ന പരിപാടിയാണ് ഈ പാംപ്ലാനി പിതാവ് ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹിന്ദു സഭാവിശ്വാസികളോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളോ ഏതെങ്കിലും ആശ്രമത്തിലോ എന്തെങ്കിലുമാണ് നടന്നത് എങ്കിൽ അതെങ്ങനെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കും. പക്ഷെ ഇതൊക്കെ തന്നെ വളരെ വിദഗ്ധമായിട്ട് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. ഈ വിഷയങ്ങളൊക്കെ തന്നെ, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പെൺകുട്ടികൾ വ്യാപകമായി സഭയുടെ വിവിധ ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള
സ്ഥിരീകരിക്കാത്ത രഹസ്യ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ, വാർത്തയാകാത്ത റിപ്പോർട്ടുകളും ഒക്കെ തന്നെയുണ്ട് പല മഠങ്ങളിൽ നിന്നും എന്നാണ് ചില സഭാവിശ്വാസികൾ തന്നെ പറയുന്നത്. നമ്മളാരും പറയുന്നത്, സഭാവിശ്വാസികൾ തന്നെ പറയുന്നത്. എന്തായാലും ഈ പൊടി പിടിച്ച് കിടന്നതൊക്കെ പൊടിതട്ടി എടുത്ത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ അലക്കാനായിട്ട് ചില ഹാൻഡിലുകൾക്ക് വലിയ ഊർജമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ്, നമ്മുടെ സ്ഥിതിവിശേഷം, നമ്മൾ ഏത് രീതിയിൽ പെരുമാറി, നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എല്ലാവരെയും ദേഷ്യപ്പെടുകയും തല്ലുകയും ചെയ്യുന്ന ഒരാൾക്ക് വേറൊരു വ്യക്തിയോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം, നിങ്ങൾ സൗമ്യനായി പെരുമാറണം എന്ന് പറയാനുള്ള അർഹതയുണ്ടോ? ഇല്ല. ഒരു മുഴുക്കുടിയന് 24 മണിക്കൂറും കുടിച്ചു നടക്കുന്ന ഒരുത്തന് സ്വന്തം മകനാണെങ്കിൽ കൂടി നീ കുടിക്കരുത് എന്ന് പറയാനുള്ള അവകാശമുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താം. അതുപോലെ പാമ്പ്ലാനി പിതാവും മറ്റു പിതാക്കന്മാരും ഒക്കെ ഡയലോഗ് അടിക്കുമ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയും BJPക്കെതിരെയും ഒക്കെ കേക്ക് മുറിയുടെയും ചായയുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ഓരോന്ന് പറയുമ്പോൾ സഭയുടെ ചില ചരിത്രങ്ങൾ കൂടി സമൂഹ മാധ്യമത്തിലും അതുപോലെ ചില ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചയാകും. അത് കൂടുതൽ നാറ്റക്കേസിലേക്ക് എത്തും. കാരണം ഇവിടെ നിയമം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ കന്യാസ്ത്രീയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ സ്വത്തുവകകൾ മോഷ്ടിച്ചിട്ടില്ല. അവർ ചെയ്ത ഒരു തെറ്റ് അത് കൃത്യമായി ഛത്തീസ്ഗഡ് പോലീസും റെയിൽവേ പോലീസും അതുപോലെ തന്നെ കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അത് നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവന്നു. അതേ ഉണ്ടായുള്ളൂ. പിന്നെ ഈ BNS-നെയും IPC-യെയും ഇന്ത്യൻ ഭരണഘടനയും ഒന്നും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടാവില്ല. കാനോൺ നിയമമായിരിക്കും നിങ്ങൾ അംഗീകരിക്കുന്നത്. പക്ഷേ അത് വത്തിക്കാൻ സിറ്റിയിലേ നടക്കൂ, ഇന്ത്യയിൽ നടക്കില്ല. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.